ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ലേ, ഞങ്ങൾക്ക് കേരള ഐറ്റംസ്, കേരള സാധനങ്ങളൊന്നും കിട്ടാറില്ലെന്ന്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒരു കേരള സ്റ്റോറുണ്ട്, പക്ഷേ വളരെ ദൂരമാണ്. 1 മണിക്കൂറെങ്കിലും യാത്ര ചെയ്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ കൊണ്ട് ഭോപ്പാലിലേക്കൊന്ന് പോകാൻ പറ്റി. ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് 3-4 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഭോപ്പാലിലെത്തത്തുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് ഒരു മലയാളി കടയൊക്കെ ഒന്ന് തപ്പി, കേരള സ്റ്റോറൊക്കെ ഒന്ന് തപ്പിപ്പിടിച്ചപ്പം അവിടെ കയറിയപ്പോൾ ഭയങ്കര സന്തോഷം. ആ കട മൊത്തവും പൊക്കി എടുത്തുകൊണ്ട് വരാൻ തോന്നി. എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്ക് വേണ്ട ഒരു സാധനം മാത്രം കിട്ടിയില്ല, കപ്പ അവിടെ ഇല്ലായിരുന്നു പറഞ്ഞു, തീർന്നു പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് കപ്പ ഒഴിച്ച് ബാക്കി എനിക്ക് എടുക്കാവുന്ന കുറച്ചൊക്കെ സാധനങ്ങൾ ഞാൻ എടുത്തു. എനിക്കിഷ്ടമുള്ളത് മാത്രം. കാരണം എല്ലാം നോക്കിയാൽ നല്ല വിലയാണ്. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളത് മാത്രം കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് കേരള സ്റ്റോർ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു പ്രാവശ്യം കപ്പ വാങ്ങിച്ചപ്പം 2 കിലോയുടെ ഓർഡർ ചെയ്തു. പക്ഷേ എനിക്ക് കിട്ടിയത് 800 ഗ്രാം മാത്രം. ഒരു കപ്പ മാത്രം കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടി. പക്ഷേ അത് കഴിച്ചിട്ട് ഒട്ടും തികഞ്ഞില്ല. അതുകൊണ്ട് കപ്പ അന്വേഷിച്ച് പോയി, കപ്പ കിട്ടിയില്ല. പിന്നെ ഉപ്പേരി, ശർക്കര വരട്ടി, അങ്ങനെ കുറേ സാധനങ്ങൾ കൈക്കലാക്കി. വളരെ സന്തോഷമായിരുന്നു ഒരു കേരള സ്റ്റോറൊക്കെ കണ്ടപ്പോൾ. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ വെക്കുന്ന പോലെ അരി അങ്ങനെ പാട്ടയ്ക്കകത്തൊക്കെ വെച്ച് കണ്ടപ്പം നല്ല സന്തോഷം തോന്നി. ഞാൻ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് വന്നു. ഇനി എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഉപ്പേരി വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മടക്കസാൻ വാങ്ങിച്ചു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, ഓരോന്നെടുത്ത് കാണിക്കാം. എനിക്കിഷ്ടമുള്ള ഒന്നാണ് മടക്കസാൻ എന്നല്ലേ പറയുന്നത് ഇതിന്? അതെ, അത് എടുത്തിട്ടുണ്ട്. അത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ ഉപ്പേരി എടുത്തു, പിന്നെ ശർക്കര വരട്ടി. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ അരിയോട് വാങ്ങിച്ചിട്ടുണ്ട്. അരി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, എടുത്ത് മാറ്റി വെച്ച് കണ്ടില്ല ആ സമയത്ത്, വീഡിയോ എടുക്കുന്ന സമയത്ത്. പിന്നെ ഇഷ്ടമുള്ള ഒന്നാണ് ശർക്കര വരട്ടി, അതും എടുത്തു. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് അല്ലേ, ഡിസംബറൊക്കെ വന്നു. അങ്ങനെ പ്ലം കേക്കും കിട്ടി. അല്പം മാത്രമേ വാങ്ങിച്ചുള്ളൂ. നമ്മളെല്ലാം കൂടെ വാങ്ങിക്കാനുള്ള ഇതില്ലായിരുന്നത് കൊണ്ട് കുറച്ച് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ അവിൽ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചുവന്ന അവിൽ, ഇവിടെ അങ്ങനെയുള്ള അവിൽ കിട്ടത്തില്ല. വെള്ള കളറിൻ്റെ അവിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള അവിലൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് ഭോപ്പാലിൽ നിന്ന് കിട്ടി, അതുകൊണ്ട് ഞാൻ അതും വാങ്ങിച്ചു. അതിന് ശേഷം ഞാൻ എടുത്തത് മുളകാണ്. ഞാനിത് കാശ്മീരി മുളകാണെന്നും കണ്ടാണ് എടുത്തത്. പക്ഷേ ഇത് പിരിയൻ മുളക്, നല്ല എരിവുള്ള മുളകാണ്. എരിവില്ലാത്ത മുളക്, കളറുള്ള മുളകില്ല, അത് അന്നും കണ്ടെടുത്തത്. പക്ഷേ മാറിപ്പോയി, കുഴപ്പമില്ല. പിന്നെ ചെറിയ ഉള്ളി ഞങ്ങൾക്ക് കിട്ടാത്തതെന്നാണ്, അതും വാങ്ങിച്ചിട്ടുണ്ട്. അതും എടുത്തു. ഇനിയും അടുത്തത് നമ്മുടെ മെയിനായിട്ടുള്ള ഏത്തയ്ക്ക നല്ല പഴുത്തത് നോക്കിയാണ് എടുത്തത്. പിന്നെ നാട്ടിലെ തേങ്ങയാണെന്ന് തോന്നുന്നു, നല്ല കട്ടിയുള്ള തേങ്ങ, നല്ല വെയിറ്റുള്ള തേങ്ങ കിട്ടി. അങ്ങനെ ഇതെല്ലാം ഒന്ന് വാങ്ങിച്ച് പെറുക്കിയെടുത്ത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ? എങ്കിൽ അഭിപ്രായം നിങ്ങളുടെ അറിയിക്കുക. ഓക്കെ.